ഹലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വന്നിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഇത്രയും സാധനം കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നണുണ്ടോ? അതെ, ഞാൻ മുടി വെട്ടാൻ പോവാണ്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാനാണ് ചേട്ടൻ്റെ താടിയും മുടിയൊക്കെ വെട്ടിക്കൊടുക്കുന്നത്. പിന്നെ തലയിൽ മുടിയില്ലാത്തതുകൊണ്ട് പിന്നെ വരുന്ന മുടി അത്രയും ഞാൻ മുട്ടയടിച്ച് കൊടുക്കും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ തലയിൽ പണിയാൻ പോകുന്നത് വേറെ ആരല്ല, അതെ നമ്മുടെ ദേവക്കുട്ടിയാണ്. ദേവക്കുട്ടിക്ക് ഒരു ചെറിയ പനി അങ്ങോട്ട് വിട്ടു മാറുന്നില്ല. അവളുടെ അമ്മ പറയണ അവളുടെ തലയിൽ ഇങ്ങനെ മുടി ഇങ്ങനെ ഒരുപാട് വരുമ്പോഴാണ് അവൾക്ക് പനി വിട്ടു മാറാത്തതെന്ന്. അപ്പം ഞാൻ വിചാരിച്ചാൽ ഒന്ന് വെട്ടി ഒതുക്കി കൊടുക്കാം, അറിയുന്ന രീതിക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അവളുടെ തലമുടി നന്നായിട്ട് വെട്ടിയിട്ടുണ്ട്. ഇതാണ് ലുക്ക്. എനിക്കിഷ്ടമായി. ഞാൻ ബോയ് കട്ടാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഇത് എന്ത് കട്ടായി വന്നു എന്ന് എനിക്കൊരു പിടുത്തമില്ല. പക്ഷേ എനിക്കിഷ്ടമായി. അവളുടെ ബാക്ക് സൈഡ് ഫുള്ള് ഞാൻ എന്താ പറയുക, ആൺകുട്ടികളുടെയൊക്കെ മുടി ഇങ്ങനെ ബാക്ക് ഫുൾ എടുക്കില്ല, അതുപോലെ ഞാനിങ്ങനെ ട്രിമ്മർ വെച്ചിട്ട് അത്രയും മുടി എടുത്തിട്ട് ഫ്രണ്ടിൽ മാത്രം കുറച്ച് മുടി വെച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ആ മുടി അത് വന്നപ്പോൾ അവൾക്ക് വേറെ ഏതോ ഒരു ലുക്ക്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എനിക്കൊരുപാട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കിങ്ങനെ വെട്ടാൻ അറിയുള്ളൂ. അപ്പം ഞാൻ ആലോചിച്ചു, ഇനി മുതൽ നിധിമോളുടെ മുടി 1 വയസ്സ് കഴിയുമ്പോൾ ഞാൻ തന്നെ വെട്ടിയാൽ മതിയല്ലോ, കടയിൽ കൊണ്ടുപോയി കൊടുക്കണ്ടല്ലോ കാശ്. അപ്പോൾ എന്തൊക്കെയോ ഒത്തു വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കിഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായ അഭിപ്രായം അറിയിക്കണം കേട്ടോ. ഫൈനൽ ലുക്ക് ഇതാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം വരെ. ബായ്.